പോസ്റ്റാണ്ടി വന്നവരാ പിന്നെ അങ്ങനെയൊന്നും പറയരുത് കേട്ടാ. മോശമായിട്ടൊന്നും പറയരുത്, അങ്ങനെയൊന്നും പറയണ്ട. ആവശ്യമല്ലേ സംസാരിക്കും, മനസ്സിലായി? ആവശ്യമല്ല സംസാരിക്കും. നീ നമ്മൾ കൊണ്ടുവരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സുഹൃത്തുക്കളെ, കുറച്ചു ദിവസം മുമ്പ് നമ്മളെ കാഞ്ഞങ്ങാട് മടിയനിൽ വെച്ചിട്ട് മുജാഹിദിൻ്റെ പ്രോഗ്രാം കൊളാക്കുന്ന സമസ്ത മുസ്ലിയാക്കന്മാരടക്കമുള്ള ആളുകളുടെ വീഡിയോ നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇപ്പോൾ അതേ പരിപാടി തന്നെ തിരുവനന്തപുരത്തും മുസ്ലിയാക്കന്മാർ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് മുസ്ലിയാക്കന്മാർ മുജാഹിദ് പ്രോഗ്രാം ഭയക്കുന്നു, അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. സഹോദരങ്ങളെ, തിരുവനന്തപുരം ജില്ലയിലെ പുത്തിരിക്കണ്ടം മൈതാനത്ത് വെച്ച് ഈ വരുന്ന 23-ാം തീയതി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ഫാമിലി കോൺഫറൻസ് നടക്കുകയാണ്. അതിൻ്റെ പ്രചരണാർത്ഥം തിരുവനന്തപുരം വിഴിഞ്ഞം ജംഗ്ഷനിൽ വെച്ച് പ്രചരണോദ്ഘാടനം നടക്കുകയാണ്. ഇതൊക്കെ കണ്ടപ്പോൾ മുസ്ലിയാക്കന്മാർക്ക് അങ്ങോട്ട് ഹാലങ്ങളകി. കേട്ടപാതി കേൾക്കാത്ത പാതി മുസ്ലിയാക്കന്മാർ അങ്ങനെ തുള്ളിച്ചാടി വന്നുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. എന്താണ് പറഞ്ഞത്? എന്താണ് കേട്ടത്? ആരാധിക്കണമെന്ന് പറഞ്ഞ ആരാധിക്കണമെന്ന് പറഞ്ഞ ആരാധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതാണ് നീ കേട്ടില്ല, വ്യക്തമായിട്ട് നീ കേട്ടില്ല, വ്യക്തമായിട്ട് നീ കേട്ടില്ല. അതാണ് വിഷയം. ചുമ്മാ വെറുതെ ആവശ്യമില്ല. നമുക്ക് പ്രസംഗിക്കണ്ടേ? ആരെ ഔലിയാക്കളെ കുറ്റം പറഞ്ഞിട്ടൊന്നുമില്ല. നിങ്ങൾക്കത് തോന്നിയതാണ്, നിങ്ങൾക്കത് തോന്നിയതാണ്. മനസ്സിലായില്ലേ? ഔലിയാക്കളെ കുറ്റം പറഞ്ഞിട്ടൊന്നുമില്ല. ആ മോശമായിട്ടൊന്നും പറയരുത്. മോശമായിട്ടൊന്നും പറഞ്ഞില്ല. എല്ലാ മറുപടി തന്നെ പറഞ്ഞു. ചുമ്മാ ആവശ്യമില്ല. എന്ത് കാര്യം പറ? ചുമ്മാ ആവശ്യമില്ല സംസാരിക്കണ. നമ്മളെന്താ പോസ്റ്റാണ്ടി വന്നവരാ പിന്നെ അങ്ങനെയൊന്നും പറയരുത് കേട്ടാ. മോശമായിട്ടൊന്നും പറയരുത്, അങ്ങനെയൊന്നും പറയണ്ട. ആവശ്യമല്ലേ സംസാരിക്കും, മനസ്സിലായി? ആവശ്യമല്ല സംസാരിക്കും. നീ നമ്മൾ കൊണ്ടുവരാം. സഹോദരങ്ങളെ, കണ്ടല്ലോ മുസ്ലിയാക്കന്മാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ മുജാഹിദുകൾക്ക് നേരെ എവിടെ പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ അവിടെയൊക്കെ വന്ന് അലമ്പാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇതുവരെ ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു പരിപാടിയല്ല. വർഷങ്ങളായി, കാലങ്ങളായി മുസ്ലിയാക്കന്മാർ നിരന്തരമായി മുജാഹിദുകളുടെ പ്രോഗ്രാമുകൾക്ക് നേരെ ആക്രമണങ്ങൾ അയച്ചുവിടുന്നുണ്ട്. മുസ്ലിയാക്കന്മാർ തന്നെ നേരിട്ട് ആക്രമണം നടത്തിയ നിരവധി സംഭവങ്ങൾ നമുക്കറിയാം. നാദാപുരം ഭാഗത്ത് വെച്ച് നടന്ന മുജാഹിദിൻ്റെ ഒരു പ്രോഗ്രാമിൽ സലാഹുദ്ദീൻ അയ്യൂബി എന്നറിയപ്പെടുന്ന മുജാഹിദ് പ്രഭാഷകന് നേരെ പെട്രോൾ ബോംബെറിഞ്ഞ ഒരു കാര്യം നമ്മൾ മറന്നിട്ടില്ലല്ലോ. അതൊക്കെ പത്രമാധ്യമങ്ങളിലടക്കം വലിയ വാർത്തയായി വന്ന ഒരു കാര്യമാണ്. അതേപോലെ അങ്ങ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പല പ്രദേശങ്ങളിലും മുജാഹിദിൻ്റെ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുമ്പോൾ അവിടെയൊക്കെ മുസ്ലിയാക്കന്മാർ രംഗത്ത് വന്നുകൊണ്ട് അവിടെ അലമ്പാക്കുന്ന ഒരു രംഗം നമ്മൾ പലപ്പോഴും വീഡിയോകളിലൂടെയും മറ്റുമായി നമ്മൾ കണ്ടതാണ്, കേട്ടതാണ്, അറിഞ്ഞതാണ്. എന്നാൽ എന്തുകൊണ്ടാണ് മുസ്ലിയാക്കന്മാർ ഈ രീതിയിൽ ഭയപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ഇതിനെ എതിർക്കുന്നത്? ഇതൊക്കെ ഒന്ന് മുസ്ലിയാക്കന്മാരുടെ പ്രഭാഷണങ്ങളിലൂടെയും മറ്റും പരിശോധിച്ചു കഴിഞ്ഞാൽ കൃത്യമായി നമുക്കത് ബോധ്യപ്പെടുന്നതാണ്. അവർക്ക് ആദർശത്തെ ആദർശം കൊണ്ട് നേരിടാൻ വേണ്ടി പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് മുജാഹിദുകൾക്ക് നേരെ അവർ കള്ള ആരോപണങ്ങൾ നടത്തുന്നത്. മുജാഹിദുകളുമായി യാതൊരു രീതിയിലുള്ള ബന്ധവും സ്ഥാപിക്കാൻ വേണ്ടി പാടില്ല. മുജാഹിദുകൾക്ക് സലാം പറയാൻ വേണ്ടി പാടില്ല. മുജാഹിദുകാരൻ വീട്ടിലേക്ക് വന്നാൽ അവരെ വീട്ടിൽ കയറ്റാൻ വേണ്ടി പാടില്ല. ഒരു ബസ്സിലെങ്ങാനും ഒരു മുജാഹിദുകാരൻ ഇരിക്കുകയാണെങ്കിൽ ആ ബസ്സിൽ പോലും കയറരുത്. അവൻ്റെ ശരീരത്തിൽ തട്ടിയ കാറ്റ് നമ്മുടെ ശരീരത്തിൽ തട്ടിക്കഴിഞ്ഞാൽ അവൻ പിഴച്ചു പോകും എന്ന് തുടങ്ങി നിരവധി കാര്യങ്ങൾ മുസ്ലിയാക്കന്മാർ പല കോലത്തിൽ, പല ടൂണിൽ, പല ഈണത്തിൽ പറഞ്ഞു വെച്ചത് നമ്മൾ കേട്ടതാണ്.
പ്രവാചകൻ കേവലം ഒരു സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നവരാണ് മുജാഹിദ് എന്നും, മരിച്ച ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി പ്രാർത്ഥിക്കരുത് എന്ന് പറയുന്നവരാണ് മുജാഹിദ് എന്നും, അതുപോലെ പ്രവാചകന്റെ പേര് കേട്ടാൽ സലാത്ത് ചെല്ലാൻ പാടില്ല എന്ന് പറയുന്നവരാണ് മുജാഹിദുകൾ എന്നും, മഹാന്മാരായ ഔലിയാക്കന്മാരെ നിന്ദിക്കുന്നവരാണ് എന്നും, മുഅ്ജിസത്ത് കറാമത്ത് നിഷേധികളാണ് എന്നും, ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളെയും മുശ്രിക്കും കാഫറുമാക്കുന്നവരാണ് എന്നും, ഭീകരവാദ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ് എന്ന് തുടങ്ങി നിരവധി കള്ള ആരോപണങ്ങൾ നിരന്തരമായി നടത്തിക്കൊണ്ട് അമരജനതയെ പറഞ്ഞു പറ്റിക്കുന്നത് എന്തുകൊണ്ടാണ്? മുസ്ലിയാക്കന്മാരുടെ ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങളും കാര്യങ്ങളും കേൾക്കുമ്പോൾ തന്നെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം, മുജാഹിദുകളോട് ആദർശം കൊണ്ട് നേരിടാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇസ്ലാമിക പ്രമാണങ്ങൾ വളച്ചൊടിച്ചും ദുർവ്യാഖ്യാനിച്ചും ദുർബല റിപ്പോർട്ടുകൾ കൊണ്ടുവന്നും കറാമത്തിന്റെ സ്റ്റിക്കർ ഒട്ടിച്ച് കള്ളക്കഥകൾ പ്രചരിപ്പിച്ചും ദീനിൽ ഇല്ലാത്ത കാര്യങ്ങൾക്ക് വല്ലാത്ത പോരിശ പറഞ്ഞും ഷിർക്കും കുഫറും കലർന്ന വിശ്വാസങ്ങളും ആചാര അനുഷ്ഠാനങ്ങളും സമൂഹത്തെ പറഞ്ഞു പഠിപ്പിക്കുകയാണ് പുരോഹിതവർഗം. ജാറ വ്യവസായ കേന്ദ്രങ്ങൾ ഉണ്ടാക്കി സിയാറത്ത് എന്ന ഓമന പേരിട്ടുകൊണ്ട് ആണ്ട്, നേർച്ച, ഉറൂസ് എന്നിത്യാദി പേരുകൾ ചേർത്തും അല്ലാതെയും ഇത്തരം ജാറ വ്യവസായ കേന്ദ്രങ്ങളിലേക്ക് സമൂഹത്തെ കൊണ്ടെത്തിക്കുകയും അവിടെ വെച്ച് മരണപ്പെട്ട് കിടക്കുന്ന മഹാനാണെന്നൊക്കെ ഇവർ പറയുന്ന ആളുകളോട് തന്നെ പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് സമൂഹത്തെ കൊണ്ടെത്തിക്കുകയും, ഏത് രീതിയിലുള്ള പ്രയാസങ്ങൾ നമ്മൾ നേരിടുന്നുണ്ടെങ്കിലും ഇവരോട് പറഞ്ഞാൽ മതി, എത്രയും പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടുമെന്നും, അള്ളാഹുവിനോട് തേടുന്നതിനേക്കാളും എളുപ്പത്തിൽ ഈ മഹാന്മാരോട് തേടിയാലാണ് കിട്ടുക എന്നും, നേരിട്ട് അള്ളാഹുവിനോട് തേടുന്നത് ട്രാൻസ്ഫോമറിൽ നിന്ന് നേരിട്ട് കറണ്ട് എടുക്കുന്നത് പോലെയാണ് എന്നും, എന്നാൽ മരിച്ചുപോയ മഹാന്മാരോട് തേടുന്നത് ബെൻസ് കാറിൽ പോകുന്നത് പോലെയാണ് എന്നും, ഒരു വേള ചിക്കൻ ബിരിയാണിയും സാദാ ചോറും കിട്ടിയാൽ നിങ്ങൾ ചിക്കൻ ബിരിയാണിയല്ലേ കഴിക്കുക, അതുകൊണ്ട് തന്നെ നിങ്ങൾ മഹാന്മാരോടാണ് തേടേണ്ടത്, സാദാ ചോറായ അള്ളാഹുവിനോടല്ല തേടേണ്ടത് എന്ന് ഉദാഹരണമായി പറഞ്ഞു വെക്കുന്ന അവസ്ഥയിലേക്ക് വരെ പുരോഹിത വർഗം എത്തിപ്പെട്ടിട്ടുണ്ട്. എന്തിനാണ് ഈ സമസ്താലയം ഉണ്ടാക്കിയത് തന്നെ ഒരു കുബൂരി പറയുന്നത് നമ്മൾ പലപ്പോഴും കേട്ടതാണ്. എന്നാലും ഒന്നുകൂടെ കേൾക്കുക, എന്താണ് മുസ്ലിയാർ പറയുന്നത്? സമസ്താലയം ഉണ്ടാക്കിയത് തന്നെ എന്തിനു വേണ്ടിയാണ്? മുസ്ലിയാർ പറയട്ടെ. പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ സ്ഥാനം എന്തിനാ ഉണ്ടായത്? ഓസുല്ലാലമിനെ വിളിക്കണമെന്ന്, വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്ന്, വിളിക്കാൻ പറ്റുമെന്ന് ഓസുല്ലാലമിനെ യാ ഓസുല്ലാലം അശ്ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന ആവേശത്തോടെ വിളിക്കുന്ന ഒരു വലിയൊരു സംഘത്തെ പടുത്തുയർത്താനല്ലേ എന്ന മുഅ്മിനീങ്ങളെ. കേട്ടില്ലേ സഹോദരങ്ങളെ, മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് ഇസ്തിഗാസ നടത്തുന്ന ഒരവസ്ഥയിലേക്ക്, വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയിലേക്ക് സമൂഹത്തെ പടുത്തുയർത്താൻ വേണ്ടി, വലിയൊരു സമൂഹത്തെ പടുത്തുയർത്താൻ വേണ്ടിയാണ് എന്നാണല്ലോ കുബൂരി പറഞ്ഞത്. ഇവരെ എന്തൊക്കെയാണ് ഈ പ്രാർത്ഥിക്കാറുള്ളത്? എന്തിനു വേണ്ടിയും അള്ളാഹുവിനോട് ചോദിക്കേണ്ട, അള്ളാഹുവിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കേണ്ട എന്തും മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് തേടാം, സഹായം ചോദിക്കാം, പ്രാർത്ഥിക്കാം എന്ന് തന്നെയാണല്ലോ മുസ്ലിയാക്കന്മാരുടെ വാദം. ഇലാഹാണെന്ന വിശ്വാസമില്ലാതിരുന്നാൽ മതി, എന്തും നമുക്ക് ചോദിക്കാം, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നും ചോദിക്കാം എന്ന് തന്നെ പറഞ്ഞില്ലേ ഒരു മുസ്ലിയാർ പറയും. നമുക്കൊന്ന് കേൾക്കാം. മംഗലാപുരം ഭാഗത്ത് നടന്ന ഒരു സംവാദത്തിൽ മുസ്ലിയാരോട് ഫൈസൽ മൗലവി ചോദിച്ചപ്പോൾ അതിന് കൊടുത്ത മറുപടി എന്താണ്, അത് നമുക്കൊന്ന് കേൾക്കാം. الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ദീനുൽ ഇസ്ലാമിന്റെ മാർഗ്ഗത്തിലേക്ക് വഴി ചേർത്തണേ എന്ന് മുഹിയുദ്ദീൻ ശൈഖിനോട് പറഞ്ഞാൽ അത് ശിർക്കാകുമോ? അത് ഒരു മുസ്ലിം മുഹിയുദ്ദീൻ ശൈഖ് ഖാലിഖല്ല, ഒരു മുഹിയുദ്ദീൻ ശൈഖ് മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം അങ്ങനെ പറഞ്ഞാൽ ശിർക്കല്ല. അത് തന്നെയാണ് അതിന്റെ വിധി. അത് ശിർക്കല്ല എന്ന് തന്നെയാണ് അതിന്റെ വിധി. അത് യാതൊരു സംശയവും. കേട്ടില്ലേ സഹോദരങ്ങളെ, ഈ രൂപത്തിലാണ് മുസ്ലിയാക്കന്മാർ സമൂഹത്തിന്റെ മുന്നിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രചരിപ്പിക്കുന്നത്. നമ്മൾ പലപ്പോഴും നമ്മുടെ വീഡിയോകളിൽ കാണിച്ച സമസ്തയുടെ ഒരു പുസ്തകമുണ്ടല്ലോ, ഫത്താവ മുഹിയുസ്സുന്ന, പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാരുടെ. ആ പുസ്തകത്തിൽ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഖുർആനിലോ ഹദീസിലോ അങ്ങനെ തെളിവുണ്ടോ, അത് അനുവദനീയമാണോ എന്നൊരു ചോദ്യത്തിന് മറുപടി ആയിക്കൊണ്ട് കൊടുത്ത് നമ്മൾ പലപ്പോഴും വായിച്ചതാണ്. അനുവദനീയമാണ് എന്നും അതുപോലെ തന്നെ സൂറത്തുൽ മാഇദയിലെ ഇന്നമാ വലിയുക്കുമുല്ലാഹു വ റസൂലുഹു എന്ന് തുടങ്ങുന്ന 55-ാമത്തെ ആയത്ത് തെളിവായി കൊടുത്തതും ഒക്കെ നമ്മൾ കണ്ടതാണ്. എന്നാൽ അതേ പുസ്തകത്തിൽ തന്നെ ഈ പറയുന്ന വിഷയത്തിനും ന്യായീകരണം പറയുന്നുണ്ട്. എന്താണ്? ഫത്താവ മുഹിയുസ്സുന്നയിൽ അതിൻ്റെ 65-ാമത്തെ പേജിൽ ഒരു ചോദ്യത്തിന് മറുപടി കൊടുക്കുകയാണ്. എന്താണ് ചോദ്യം? മൊയ്തീൻ ഷെയ്ഖേ, എൻ്റെ ദോഷം പൊറുത്തു തരണേ എന്ന ഇസ്തിഗാസ അനുവദനീയമാണോ? ആണെങ്കിൽ അള്ളാഹുവെ എൻ്റെ ദോഷം പൊറുത്തു തരണേ എന്ന ഇസ്തിഗാസ കൂടാതെയുള്ള ദുആയാണോ ഉത്തമം? വിശദീകരിച്ചാലും. ഉത്തരം കൊടുക്കുന്നത് അനുവദനീയമാണ്. എന്ത്? മരിച്ചുപോയ മഹാന്മാരോട് വിളിച്ച് ഇതിപ്പോൾ മൊയ്തീൻ ഷെയ്ഖങ്ങളെ എൻ്റെ ദോഷം പൊറുത്തു തരണേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണ്. കാരണം മുസ്ലിമായ ഒരു മനുഷ്യൻ മുഹിദ്ദീൻ ഷെയ്ഖെ എൻ്റെ ദോഷം പൊറുക്കണേ എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് രോഗം സുഖപ്പെടുത്തുന്നതെന്ന വിശ്വാസമുള്ള ഒരു മുഅ്മിനായ മനുഷ്യൻ ഡോക്ടറെ എൻ്റെ രോഗം സുഖപ്പെടുത്തണേ എന്ന് പറയുന്നത് പോലെയാണ് ഇത് ആലങ്കാരിക പ്രയോഗങ്ങളിൽ പെട്ടതാണ് എന്ന രൂപത്തിലാണ് പറയുന്നത്. ഇപ്പോൾ എന്താ നിങ്ങൾക്ക് മനസ്സിലായത്?
രോഗം മാറ്റുന്നത് അള്ളാഹുവാണ് എന്ന വിശ്വാസത്തോടെ ഒരു ഡോക്ടറെ അടുത്തേക്ക് നമ്മൾ ചികിത്സാർത്ഥം പോകുന്നു. എന്നിട്ട് അദ്ദേഹത്തോട് ഈ രോഗവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് അയാൾ പരിശോധിച്ച് അതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകളും കാര്യങ്ങളും ഒക്കെ തരുന്നു. അങ്ങനെ ആ രോഗ ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള ഭൗതികപരമായ കാര്യങ്ങളൊക്കെ അവിടെ സംഭവിക്കുന്നു. എന്നാൽ ആത്മീയപരമായി നമ്മൾ എന്താക്കും? ഈ രോഗശമനത്തിന് വേണ്ടി പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കും. എന്താണ് പ്രാർത്ഥിക്കുന്നത്? എൻ്റെ രോഗം മാറ്റിത്തരണേ, എൻ്റെ പ്രയാസം നീക്കിത്തരണേ എന്ന രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കും. നമുക്കറിയാമല്ലോ, അല്ലാഹുമ്മ റബ്ബന്നാസ് അസ്അബിൽ ബഅസ യശ്ഫി അൻത ഷാഫി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന. എന്നാൽ ഇവിടെ മുസ്ലിയാർ ഇതിനൊരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് പറഞ്ഞു വെക്കുന്നത് എന്താണ്? ഒരു വിശ്വാസി അദ്ദേഹത്തിന്റെ ദോഷം പുറത്തു കിട്ടാൻ വേണ്ടി ആരോടാണ് പറയേണ്ടത്? അള്ളാഹുവിനോടാണ് പറയേണ്ടത്. അള്ളാഹുവിനോട് പറയേണ്ടതിന് പകരം മൊയ്തീൻ ശൈഖങ്ങളോട്, ഇല്ലെങ്കിൽ മമ്പറം തങ്ങളോട്, ഇല്ലെങ്കിൽ മുനമ്പത്തി ബീവിയോട്, അല്ലെങ്കിൽ ഓച്ചിറയിലെ ദാമോദരനയ്യപ്പൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഓച്ചിറ ഉപ്പാപ്പാനോട്, അല്ലെങ്കിൽ സി എം മടവൂരിനോട്, അല്ലെങ്കിൽ ഉള്ളാളം തങ്ങളോട്, ഇങ്ങനെ മരിച്ചുപോയ മഹാന്മാരാണെന്ന് ഇവർ പറയുന്നതോ അല്ലെങ്കിൽ മരിച്ചുപോയ മഹാന്മാരായ ആളുകളോടോ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, ദോഷം പുറത്തു തരണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡോക്ടറോട് പറയുന്നത് പോലെ ആകുമോ? ഒരു ഡോക്ടർ മരിച്ചു കഴിഞ്ഞാൽ മുസ്ലിയാക്കന്മാർ ഡോക്ടറുടെ ഖബറിന്റെ അടുക്കലേക്കോ ഇല്ലെങ്കിൽ ശ്മശാനത്തിലേക്കോ പോകുമോ? ഒരിക്കലുമില്ലല്ലോ. എന്നാൽ എവിടെ നിന്ന് വിളിച്ചാലും, എപ്പോൾ വിളിച്ചാലും, എങ്ങനെ വിളിച്ചാലും, എന്തിനു വിളിച്ചാലും അവർ കേൾക്കും, ഉത്തരം ചെയ്യുമെന്ന വിശ്വാസം പഠിപ്പിച്ചുകൊണ്ട് മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ദോഷം പുറത്തു തരണേ, എൻ്റെ പാപം പുറത്തു തരണേ, എനിക്ക് ഹിദായത്ത് നൽകണേ എന്നിങ്ങനെ തേടിക്കഴിഞ്ഞാൽ, ഇലാഹാണെന്ന വിശ്വാസമില്ലാതിരുന്നാൽ മതി. അങ്ങനെ തേടാം. അങ്ങനെ തേടിക്കഴിഞ്ഞാൽ അവർ സഹായിക്കും. എങ്ങനെ സഹായിക്കും? ബെൻസ് കാറിൽ പോകുന്നത് പോലെ സഹായിക്കും, ചിക്കൻ ബിരിയാണി പോലെ സഹായിക്കും, ട്രാൻസ്ഫോമറിൽ നിന്ന് നേരിട്ട് കറണ്ട് എടുക്കുന്നത് പോലെയല്ല, KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നത് പോലെയല്ല, സാദാ ചോറ് വയ്ക്കുന്നത് പോലെയല്ല. ഏറ്റവും നന്നായും ഏറ്റവും എളുപ്പത്തിലും ഏറ്റവും ഭംഗിയോടെയും ഏറ്റവും രുചികരമായതും മരണപ്പെട്ട് കിടക്കുന്ന മഹാന്മാരോട് തേടലാണ് എന്നല്ലേ ഈ പാമരജനത ഇവർ പറഞ്ഞു പഠിപ്പിക്കുന്നത്. എന്നാൽ സഹോദരങ്ങൾ, ഇത് നന്ദികേടാണ്, ഇത് അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്, ഇത് പച്ചയായ ശിർക്കാണ്. നിങ്ങളുടെ മുസ്ലിയാക്കന്മാർ പ്രചരിപ്പിക്കുന്ന പച്ച ശിർക്കും കുഫറും കലർന്ന വിശ്വാസമാണ്. ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് തീർത്തും വിരുദ്ധമായ ആശയങ്ങളാണ് സമൂഹത്തിന്റെ മുന്നിൽ പുരോഹിത വർഗം പറഞ്ഞു വെക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ പുരോഹിതന്മാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. കാരണം ഇവരുടെ ഉദരപൂരണം തന്നെ ഈ പറയുന്ന ഇസ്തിഗാസയും അതുപോലെ തന്നെ ബിദ്അത്തും ഖുറാഫാത്തുമായ വിശ്വാസകർമ്മ കാര്യങ്ങളിലൂടെയൊക്കെ തന്നെയാണ് എന്നൊക്കെ നമുക്ക് കൃത്യമായി അറിയാവുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ നിലനിൽപ്പിന് തന്നെ ഇത് പ്രശ്നമാണ് എന്ന് കണ്ടതുകൊണ്ട് മുസ്ലിയാക്കന്മാർ മുജാഹിദിന്റെ പ്രോഗ്രാമുകൾ കാണുമ്പോൾ അവിടെ ഹാലിളകുകയും പ്രോഗ്രാമുകൾ അലങ്കോലമാക്കുന്ന ഒരു അവസ്ഥയിൽ എത്തിപ്പെടുകയും ചെയ്യുന്നു. ഇവർ സത്യസന്ധന്മാരാണെങ്കിൽ, ഇവരാണ് യഥാർത്ഥ ഹക്കിന്റെ ആളുകളാണ് എങ്കിൽ ഇവർ എന്തിനു ഭയപ്പെടണം? മുജാഹിദുകൾ അങ്ങനെ ഒരു പ്രോഗ്രാം നടത്തിയ കൃത്യമായി ഇസ്ലാമിക പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അതിന് മറുപടി പറയാം. 10-25 കൊല്ലം കിതാബോധി പഠിച്ച ആലിമുൽ അല്ലാമമാരും ഷംസുമാരും താജുമാരും കമറുമാരും ഒക്കെ ആയിക്കൊണ്ടാണല്ലോ സമൂഹത്തിന്റെ മുന്നിൽ വരെ നെളിഞ്ഞു നടക്കാറുള്ളത്. തലയിലൊരു തൊപ്പിയും തൊപ്പിക്ക് മുകളിൽ ഒരു തലയിക്കെട്ടും അതിന് മുകളിൽ ഒരു ഷാളും ധരിച്ചുകൊണ്ടും കയ്യിൽ ടവലും മറുകയിൽ ദസ്പിയക്കല്ലയും കരയില്ലാത്ത മുണ്ടും വലല്ലാലിയും കുപ്പായും സോക്സും ഷൂവും ഇട്ട് SA പോലുള്ള പേരും നൽകി താൻ എന്തൊക്കെയോ ആണ് എന്നുള്ള രൂപത്തിൽ സമൂഹത്തിന്റെ മുന്നിൽ സഞ്ചരിക്കുന്ന റെഡിമെയ്ഡ് ഷോപ്പ് പോലെ രംഗപ്രവേശനം നടത്തുന്ന പുരോഹിത വർഗം ഇവൻ എഴുന്നള്ളുമ്പോൾ കൈപിടിച്ചു മുത്താനും വിവരക്കേടുകൾ പുലമ്പുമ്പോൾ തക്ബീർ മുഴക്കാനും കുറെ അടിമകളെ വാർത്തെടുത്തു എന്നതിനപ്പുറം ദീനിന് വേണ്ടി എന്ത് സേവനമാണ് ഇവർ ചെയ്യാറുള്ളത്? ഇവരുടെ ഉദരപൂരണത്തിന് വേണ്ടി മതം വിറ്റ് തിന്നുകയല്ലേ ഈ പുരോഹിത വർഗം ചെയ്യുന്നത്? എന്നാൽ ഇവിടെ അപ്രഖ്യാപിത അടിമത്വത്തിന്റെ ചങ്ങലക്കെട്ടുകളിൽ ബന്ധിതരായ മുസ്ലിം സമൂഹത്തെ ആദർശബന്ധിതമായ നവോത്ഥാന സംരംഭങ്ങളിലൂടെ സമസ്ത മേഖലകളിലും അഭിമാനാർഹമായ ഉയരങ്ങളിലെത്തിക്കാൻ അഹോരാത്രം യത്നിച്ചുകൊണ്ടിരിക്കുന്ന വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രോഗ്രാമുകളൊക്കെ തടയുമ്പോൾ അതിന്റെ ലക്ഷ്യം ഒന്ന് മാത്രമാണ്. സെലഫികളുടെയും സമസ്തക്കാരുടെയും വാദം തന്നെ ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ മനസ്സിലാകും. മുജാഹിദുകൾ പറയുന്നു പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നാണ്. എന്നാൽ സമസ്തക്കാർ പറയുന്നത് എന്താണ്? പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നത് ഇബിലീസിന്റെ പ്രമേയമാണ് എന്നാണ്. ആഷിം നഈമി എഴുതി വെച്ചില്ലേ? പല മുസ്ലിയാക്കന്മാരും അത് പ്രസംഗിച്ചു വെച്ചില്ലേ? എന്നാൽ ഇത്തരത്തിലുള്ള ശിർക്കും കുഫ്റുപരമായ വിശ്വാസങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ ഛർദ്ദിക്കുന്ന പുരോഹിത വർഗത്തിന് ആദർശത്തെ ആദർശം കൊണ്ട് നേരിടാൻ പറ്റുന്നില്ല, പ്രമാണങ്ങൾ കൊണ്ട് മുജാഹിദുകളെ നേരിടാൻ പറ്റുന്നില്ല എന്ന് കണ്ടപ്പോൾ അതിനെ തടയിടാൻ കണ്ട ഒരു മാർഗമാണ് സാധാരണക്കാരെ ഇറക്കി വിട്ടുകൊണ്ട് മുജാഹിദിന്റെ പ്രോഗ്രാമുകൾ അലങ്കോലപ്പെടുത്തുക, മുജാഹിദുകളുടെ പ്രോഗ്രാം കൊളമാക്കുക, മുജാഹിദുകൾക്ക് നേരെ ആക്രമണം അയച്ചു വിടുക, മുജാഹിദുകളുടെ പേരിൽ ആരോപണങ്ങൾ ഉന്നയിക്കുക, മുജാഹിദുകളെ സമൂഹത്തിന്റെ മുന്നിൽ നിന്ന് ഒറ്റപ്പെടുത്തുക, അവരെ ഭീകരവാദികളാക്കുക, തീവ്രവാദികളാക്കുക, അവരോട് സലാം പറയരുത് എന്നും അവരെ വീട്ടിൽ കയറ്റരുത് എന്നും, വഹാബിയാണ് സ്വന്തം ഉപ്പയോ ഉമ്മയോ എങ്കിൽ, ജ്യേഷ്ഠനോ ജ്യേഷ്ഠത്തിയോ എങ്കിൽ, അനിയനോ അനിയത്തിയോ എങ്കിൽ, ഭാര്യയോ മക്കളോ എങ്കിൽ അവർ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ മയ്യത്ത് പോലും നിസ്കരിക്കരുത് എന്നും അവരോട് മിണ്ടരുത് എന്നും അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം എന്ന് വരെ പറയുന്ന പുരോഹിത വർഗത്തെ നമ്മൾ കണ്ടതാണ്.
ഇത്തരത്തിലുള്ള അഭിനവ ദജ്ജാലുകളാണ് മുജാഹിദുകളുടെ പ്രോഗ്രാമുകൾ അലങ്കോലമാക്കുന്നതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ. അവർക്ക് ആദർശത്തെ ആദർശം കൊണ്ട് നേരിടാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർ രീതിയിലുള്ള ആക്രമണം നടത്തുന്നത്. ഇവരുടെ തറവാട്ട് വകയാണോ കേരളത്തിലെ മണ്ണ്? ഇവരുടെ അടുക്കളയിലാണോ മുജാഹിദുകൾ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്? എന്നിട്ടും എന്തുകൊണ്ട് ഇവർ ഭയക്കുന്നു? സാധാരണക്കാരായ മനുഷ്യർ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പുരോഹിത വർഗത്തിന് പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പഠിപ്പിച്ച് സമൂഹത്തെ പറ്റിക്കാൻ പിന്നെ കഴിയില്ല. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് കൃത്യമായി മനസ്സിലാക്കി തരുവാൻ വേണ്ടി മുസ്ലിയാക്കന്മാർ തന്നെ പറയുന്നത് നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തരാം. സമസ്താലയത്തിലെ പുരോഹിതവർഗം എത്ര തന്നെ മൈക്ക് കെട്ടി പ്രഭാഷണം നടത്തിയാലും ഒരാളും തന്നെ മുജാഹിദിൽ നിന്ന് സമസ്തയിലേക്ക് പോകുന്നില്ല എന്ന് മാത്രമല്ല, ഒരാൾ സമസ്തയിൽ നിന്ന് മുജാഹിദായി കഴിഞ്ഞാൽ അയാളെ വിളിച്ച് എത്ര തന്നെ ഉപദേശിച്ചു കഴിഞ്ഞാലും എത്ര തന്നെ അവർ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും അവർ ഒരിക്കലും തന്നെ സമസ്തയിലേക്ക് തിരിച്ചു വരുന്നില്ല എന്ന് മാത്രമല്ല, മുസ്ലിയാക്കന്മാർ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കുകയല്ലാതെ വേറെ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നു എന്നുള്ളതും ഇവരുടെ ബേജാറിന്റെ ആക്കം കൂട്ടുന്നു. ഇതിനെക്കുറിച്ച് അമ്പലക്കടവ് അമീദ് ഫൈസി പറയുന്ന ഒരു രംഗം നമുക്ക് കാണാം. അയാളിപ്പോ ഇന്നതിന്റെ ആളാ. ഇങ്ങനെ ബിദഅത്തിന്റെ പാർട്ടിയിൽ അകപ്പെട്ട വഞ്ചിതരായ ചില ആളുകൾ നമ്മൾ കാണാറുണ്ട്. തിരിച്ച് ആ ആളെ വിളിച്ചിട്ട് നമ്മൾ ഒറ്റയ്ക്ക് എത്ര സംസാരിച്ചാലും എത്ര തെളിവുകൾ ബോധ്യപ്പെടുത്തി കൊടുത്താലും അയാൾ തിരിച്ചു വരില്ല. ഇത് സത്യമല്ലേ? നേരെ മറിച്ച് നമ്മുടെ ഒരു 4 കുട്ടികളെ ഒരു മുജാഹിദിന്റെ ക്ലാസ്സിൽ 4 ക്ലാസ്സിൽ പങ്കെടുപ്പിച്ചാൽ മതി, ഈ കുട്ടികൾ മുജാഹിദാകും. ശരാശരി അങ്ങനെ അനുഭവം. അവരെ കോളേജിൽ പഠിപ്പിച്ചാൽ മതി, ആ മക്കൾ 2 കൊല്ലം കഴിയുമ്പോഴേക്ക് ഒറിജിനൽ മുജാഹിദിന്റെ പ്രവർത്തകരായി. നേരെ മറിച്ച് മുജാഹിദിന്റെ പ്രവർത്തകൻ 4 ക്ലാസ് അല്ല 40 ക്ലാസ് നമ്മുടെ ക്ലാസ് കൊടുത്താലും അവൻ ബിദഅത്തിൽ തിരിച്ച് സുന്നത്തി ജമാഅത്തിലേക്ക് വരുന്നില്ല. കേട്ടില്ലേ സഹോദരങ്ങളെ, എന്താ ഇപ്പോൾ പറഞ്ഞത്? ഇവർ എത്ര തന്നെ മെനക്കെട്ട് കഴിഞ്ഞാലും ഒരു മുജാഹിദുകാരനെ സമസ്താലയത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല. അവർ കൃത്യമായി കാര്യങ്ങൾ പഠിച്ചിരിക്കും. അവരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. മാത്രവുമല്ല അവർ മനസ്സിലാക്കിയ സത്യം സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു കൊടുക്കും, അവരുടെ സഹോദരങ്ങളോട് പറഞ്ഞു കൊടുക്കും, അവരുടെ നാട്ടുകാരോട് പറഞ്ഞു കൊടുക്കും, അവരുടെ വേണ്ടപ്പെട്ടവരോട് പറഞ്ഞു കൊടുക്കും. ഇത് മുസ്ലിയാക്കന്മാർക്ക് തലവേദനയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ മുജാഹിദുകൾക്ക് മോളെ കെട്ടിച്ചു കൊടുക്കരുത് എന്നും മുജാഹിദ് പെണ്ണെ കൊണ്ട് മോനെ കെട്ടിക്കരുത് എന്നും മുജാഹിദുകാരെ വീട്ടിൽ ജോലിക്ക് വെക്കരുത് എന്നും അങ്ങനെ തുടങ്ങി മുജാഹിദുകാരുമായി ബന്ധപ്പെടാൻ സാധ്യതയുള്ള എല്ലാ മേഖലകളും പുരോഹിതവർഗം അടക്കുന്നത്. റഹ്മത്തുള്ള കാസിമി എന്ന അരപ്പരിലൂസ് സമൂഹത്തോട് ഇത് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഇനി വഹാബിയായ പുരുഷൻ ഒരു സുന്നി പെണ്ണിനെ കല്യാണം കഴിച്ചാലോ? ഒരു വഹാബി പെണ്ണിനെ സുന്നി കല്യാണം കഴിച്ചാൽ സുന്നി വഹാബിയോ? ഇനി വഹാബിയായ ചെറുപ്പക്കാരൻ സുന്നി പെണ്ണിനെ കല്യാണം കഴിച്ചാലോ? പെണ്ണ് വഹാബിയോ? പറഞ്ഞാൽ മനസ്സിലായില്ല. പൊതുവെ പിന്നെ ആധുനിക ജനതയ്ക്ക് പെണ്ണുങ്ങളിലേക്ക് ഒരു മയലാൻ, ഒരു ചായൽ, ഇത് അവസാന കാലാണ്. ഓ അത് ശരി. ആദ്യം കിട്ടിയത് ചിന്തിക്കണം. വഹാബി പെണ്ണിനെ സുന്നി ചെറുപ്പക്കാരൻ കല്യാണം കഴിച്ചാൽ ചില്ലറ ആഴ്ചകൾ കൊണ്ട് ഈ സുന്നി ചെറുപ്പക്കാരൻ വഹാബിയായതിന്റെ 100 ഉദാഹരണം ഞാൻ കാണിക്കൂ. നിങ്ങൾക്കറിയും, നിങ്ങളെ വയലിലുണ്ടാവും, എന്റെ വയലിലുണ്ടാവും, ഉണ്ട്. അതേ സമയത്ത് തിരിച്ച് ഒരു വഹാബി ചെറുപ്പക്കാരൻ സുന്നി പെണ്ണിനെ കല്യാണം കഴിച്ചാലോ? നിങ്ങൾ സുന്നിയാവും? ഇല്ല. പെണ്ണ് വഹാബിയോ? എന്റെ 100 കണക്കിന് തെളിവുകളുണ്ട് എന്നാ പറയുന്നത്. ഇങ്ങനെ സംഭവിച്ചതിന്റെ 100 കണക്കിന് തെളിവുകളുണ്ട്. ഒരു മുജാഹിദുകാരൻ ഒരു സുന്നിപ്പെണ്ണ കല്യാണം കഴിച്ചാൽ ആ പെണ്ണ് മുജാഹിദാവും. ഒരു മുജാഹിദ് പെണ്ണ് സമസ്തക്കാരൻ കല്യാണം കഴിച്ചാലോ സമസ്തക്കാരൻ മുജാഹിദാവും. എങ്ങനെ പോയാലും സമസ്തക്ക് തന്നെയാണ് നഷ്ടം. ചുരുക്കി പറഞ്ഞാൽ വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് സമസ്തക്ക് എന്നാണ് മുസ്ലിയാരോട് പറഞ്ഞു വെച്ചത്. അത് തന്നെയാണ് മുസ്ലിയാക്കന്മാർ ഈ രീതിയിൽ രംഗത്തിറങ്ങുവാനുള്ള കാരണം. മുജാഹിദുകൾ പറയാറുള്ള പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നുള്ള ആശയം അത് ഇസ്ലാമിക വിരുദ്ധമായ ആശയമാണ് എന്നാണ് ഒരു കുബൂരി പറയുന്നത്. നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. പ്രിയപ്പെട്ടവർ, ഈ ഒരു ആശയം പ്രാർത്ഥന, ഇവർ ഈ പറയുന്ന പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമെന്ന ആശയം അത് ഇസ്ലാമിക വിരുദ്ധമാണ്, ശുദ്ധ മണ്ടത്തരമാണ്. അത് ശരിയായിട്ട് പറയുകയാണെങ്കിൽ ശപിക്കപ്പെട്ട പിശാചിന്റെ മുദ്രാവാക്യം. എന്നാൽ നിരന്തരമായ മുജാഹിദുകളുടെ പ്രബോധന പ്രവർത്തനത്തിന്റെ ഭാഗമായി അത് വലിയ രീതിയിൽ സ്വാധീനമുണ്ടാക്കി. കാര്യങ്ങൾ സാധാരണക്കാരായ കൊച്ചു കുട്ടികൾ പോലും മനസ്സിലാക്കുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു. ഏത് പ്രതിസന്ധിയിലും ഏത് പ്രയാസങ്ങളും നേരിൽ കാണുമ്പോഴും ബദരീങ്ങളെ വിളിക്കണമെന്ന് ഖലീൽ ബുഖാരിയും അക്കീം അസ്ഹരിയും ഒക്കെ പഠിപ്പിക്കുമ്പോൾ, ആ ഒരു അവസ്ഥയിലേക്ക് സമൂഹത്തെ വളർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, അതുമായി ബന്ധപ്പെട്ടുള്ള വാദങ്ങൾ ഉന്നയിക്കുമ്പോൾ കൃത്യവും വ്യക്തവുമായി ഇസ്ലാമിക പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ, സലഫി ഉലമാക്കൾ
പ്രബോധക കൂട്ടായ്മകൾ രംഗത്ത് വരുമ്പോൾ അത് കൃത്യമായി ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കുന്നുണ്ട്. യുവാക്കൾക്കിടയിൽ പോലും വലിയ രീതിയിൽ സ്വാധീനമുണ്ടാക്കിയിട്ടുണ്ട്. ഒരു രംഗം നമുക്ക് കാണാം. ഒരു ഗാലറി തകരുമ്പോൾ സമസ്താലയത്തിന്റെ പിഴച്ച ആശയവും തകരുന്ന ഒരു രംഗം നമുക്ക് കാണാം. എടോ ബദരി പടച്ച റബ്ബേ, എടോ ഗാലറി പൊട്ടിട്ടോ, എടോ ഗാലറി പൊട്ടി. കേട്ടില്ലേ സഹോദരങ്ങളെ, സമസ്താലയത്തിലെ പുരോഹിതവർഗം ബദരീങ്ങളെ വിളിക്കാൻ വേണ്ടി, മമ്പ്രതങ്ങളെ വിളിക്കാൻ വേണ്ടി, മുനമ്പത്ത് ബീബിയെ വിളിക്കാൻ വേണ്ടി പഠിപ്പിക്കുമ്പോൾ പടച്ച റബ്ബിനെ മാത്രമേ നമ്മൾ വിളിക്കാൻ വേണ്ടി പാടുള്ളൂ എന്ന മുജാഹിദിന്റെ ആശയം അവിടെ സമൂഹത്തെ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, അവർ സത്യം ഗ്രഹിക്കുന്നുണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് പുരോഹിതവർഗ മുജാഹിദുകൾക്ക് നേരെ പച്ചക്കളവുകൾ പറഞ്ഞും അക്രമങ്ങൾ അയച്ചുവിട്ടും നേരിടുന്നത്. എന്തിനാണ് നേരത്തെ ഒരു മുസ്ലിയാർ പറഞ്ഞല്ലോ, മറ്റൊരു മുസ്ലിയാരും കൂടി പറയട്ടെ എന്തുകൊണ്ടാണ് സമസ്തയുണ്ടാക്കിയത് എന്ന്. രണ്ട് കാരണങ്ങളാണ് സമസ്തയുണ്ടാക്കിയതിൻ്റെ ലക്ഷ്യം. ഒന്ന്, മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന അവസ്ഥയിലേക്ക്. രണ്ടാമത്, മരിച്ചുപോയവരെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കരുത്, ഏകനായ റബ്ബിനെ മാത്രമേ വിളിക്കാവൂ. ബദരീങ്ങളെ എന്നല്ല വിളിക്കേണ്ടത്, മമ്പ്രതങ്ങളെ എന്നല്ല വിളിക്കേണ്ടത്, പടച്ച റബ്ബെ എന്നാ വിളിക്കേണ്ടത്, യാ അല്ലാ എന്നാ വിളിക്കേണ്ടത്, യാ റബ്ബി എന്നാ വിളിക്കേണ്ടത്. എന്നാൽ ഈ വാദം ഉന്നയിക്കുന്ന മുജാഹിദുകളെ എതിർക്കാൻ വേണ്ടിയാണ് എന്ന് മറ്റൊരു മുസ്ലിയാർ കൂടി പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. സമസ്ത എന്തിനാണ് ഉണ്ടാക്കിയത്, ഈ പണ്ഡിത സഭ എന്തിനാണ് ഉണ്ടാക്കിയതെന്ന് കൃത്യമായി നമ്മൾ പഠിക്കണം. അതിൻ്റെ വിഷയമാണ് ഇവിടെ നടക്കുന്നത്. സമസ്ത ഉണ്ടാക്കിയത് വഹാബികളെയും പുത്തൻവാദികളായ എല്ലാവരെയും എതിർക്കാൻ വേണ്ടിയാണ്. ഈ പോയിന്റ് നമ്മൾ പഠിച്ചു വെക്കണം. ഇവിടെ അള്ളാഹിൻ്റെ ദീൻ ഇവിടെ നടന്നുകൊണ്ടിരുന്നതാണ്. മഹത്തുക്കളായ ഔലിയാക്കൾ ഇവിടെ നടത്തിക്കൊണ്ടിരുന്നതാണ്, കേരളത്തിലടക്കം ലോകത്തടക്കം. പിന്നെ എന്തുകൊണ്ട് സമസ്ത ഉണ്ടായി? സമസ്ത ഉണ്ടായത് ദീൻ വളർത്താനല്ല. പലരും തെറ്റിദ്ധരിക്കുന്നത് ദീൻ വളർത്താനാണ് സമസ്ത. സമസ്ത ദീൻ വളർത്താം എന്ന് പറയാം. ഇവിടെ സമസ്തയുടെ ഉദ്ദേശം, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉണ്ടാക്കിയതിൻ്റെ ഉദ്ദേശം പ്രതിരോധമാണ്. ശക്തമായി പ്രതിരോധിക്കുക, ഒരു ബദൽ സംഘടനയാവുക, ശക്തമായിട്ട് പ്രതിരോധിക്കുക. അള്ളാഹുവിൻ്റെ ദീനിനെതിരെ വന്ന വഹാബികളെ പ്രതിരോധിക്കുക, അതും ഒരു ദീനിൻ്റെ വളർത്തലാണ്. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ദീൻ വളർത്തലെന്ന് പറയാം. പക്ഷേ അതിനു മുമ്പും ഇവിടെ ദീൻ വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം വഹാബികൾ ഇവിടെ സംഘടന ഉണ്ടാക്കിയിട്ട് ഇവിടെ പച്ചയായ ബിദ്അത്തും അതുപോലെ തന്നെ ഇവിടെ ഇസ്ലാമിനെ നശിപ്പിക്കാനും തുടങ്ങിയപ്പോൾ അതിനെതിരായിട്ട്, ഈ വന്ന ബിദ്അത്തിനെതിരായിട്ട് അന്നുള്ള ഉലമാക്കൾ ഔലിയാക്കൾ ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അത് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മൾ സമസ്തയെ സ്നേഹിക്കുന്ന എല്ലാവരും പഠിച്ചു വെക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ പുത്തൻവാദിയുമായിട്ട് ഒരു സഹകരണവും സമസ്തയുടെ ആളുകൾക്കുണ്ടാകാൻ പാടില്ല. കാരണം അവർ എന്തിനാണ് സമസ്ത ഉണ്ടാക്കിയതെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. പുത്തൻവാദിക്കെതിരായിട്ടാണ്. അപ്പോൾ എന്തിനാണ് സമസ്താലയം എന്ന് പറയുന്ന ഈ കൂടാരം ഉണ്ടാക്കിയതെന്ന് വ്യക്തമായല്ലോ. യഥാർത്ഥ ദീൻ പറയുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് സമസ്തക്കാർ പറയുന്ന ഒരു ദീനുണ്ട്, ശിർക്കും കുഫറും കലർന്ന ദീൻ. ആ ദീൻ തകരുകയാണ്. അതിനെ പിടിച്ചു നിർത്തണമെങ്കിൽ വഹാബികളെ എതിർക്കണം. യഥാർത്ഥ ദീൻ ഇവിടെ വളരാൻ പാടില്ല. യഥാർത്ഥ ദീൻ ഇവിടെ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനെ തടയിടണം. അതിനു വേണ്ടിയാണ് സമസ്തയുണ്ടാക്കിയത്. പക്ഷേ മുസ്ലിയാക്കന്മാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഒരു ഉദാഹരണം നമ്മൾ കണ്ടല്ലോ. നിരവധി ഉദാഹരണങ്ങൾ ഇങ്ങനെ കാണിക്കാൻ വേണ്ടി പറ്റും. ഇവരുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണ് എന്ന് കണ്ടതുകൊണ്ടാണ് മുജാഹിദുകൾക്ക് നേരെ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത്. എന്തൊക്കെയാണ് മുസ്ലിയാക്കന്മാർ കുറേ പ്രസംഗിച്ചു നോക്കി. ഖണ്ഡനങ്ങൾ നടത്തി നോക്കി, സംവാദങ്ങൾ നടത്തി നോക്കി. സമസ്താലയത്തിന്റെ കാലിനടിയിൽ നിന്ന് മണ്ണൊലിച്ചു പോകുന്നു എന്നതിനപ്പുറം ഒന്നും ഇവിടെ സംഭവിക്കുന്നില്ല. സമസ്തക്ക് സംവാദം നടത്താൻ വേണ്ടി എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുത്ത ആള് പോലും ഇപ്പോൾ മുജാഹിദുകാരനാണ്. മുജാഹിദുകളെ ഏത് രീതിയിലും എതിർക്കണമെന്ന് പറഞ്ഞു നടന്ന പല ആളുകളും ഇന്ന് മുജാഹിദുകാരാണ്. അവർ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ പുരോഹിതവർഗം വട്ടപൂജ്യമാണെന്ന് അവർ മനസ്സിലാക്കുന്നു. സമസ്തക്കാർ പ്രഭാഷണങ്ങൾ നടത്തിയത് കൊണ്ട് മുജാഹിദുകൾക്ക് നേട്ടമാണോ കോട്ടമാണോ സംഭവിച്ചതെന്ന് അമ്പലക്കടവ് അമീദ് ഫൈസി തന്നെ പറയും. പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി ഒരു അവകാശവാദം, എല്ലാറ്റിനും അവകാശവാദമാണല്ലോ. സംവാദം നടക്കുന്നതിന് മുമ്പ് തന്നെ പൊന്നാട കൊണ്ടുവെക്കും. സംവാദം കഴിഞ്ഞ ഉടനെ പൊന്നാടിയിട്ട് അല്ലാഹു അക്ബർ മാഷാ അല്ലാഹ്, പണ്ഡിതന്മാരിതാ മുജാഹിദുകളെ മൂക്കിൽ കയറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രകടനങ്ങളും ആഘോഷങ്ങളും ഒക്കെയായി പാമര ജനതയുടെ മുന്നിൽ കോമാളിത്തം കളിക്കുന്ന മുസ്ലിയാക്കന്മാരെ നമ്മൾ പലപ്പോഴും കണ്ടതാണ്.
പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി എന്ന് പറയുന്ന മുസ്ലിയാരുടെ ഒരു അവസ്ഥയെക്കുറിച്ച്, അയാൾ നടത്തിയ പ്രഭാഷണങ്ങളും ഖണ്ഡനങ്ങളും സംവാദങ്ങളും കൊണ്ടൊക്കെ എന്താണ് നേട്ടമുണ്ടായത് സമസ്തക്ക് എന്നുള്ളതിനെക്കുറിച്ച് അവരെ കൂട്ടത്തിൽ തന്നെ പെട്ട അമ്പലക്കടവ് അമീദ് ഫൈസി പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഞങ്ങൾ ഇത്തരം കുറ്റങ്ങൾ പറയാറില്ല. പക്ഷെ ഇയാൾ പറയണ അവകാശവാദം, വാഴക്കാടെ ഞാൻ പ്രസംഗിച്ചത് കൊണ്ടാണ് മുജാഹിദ് രണ്ടായത്. സുബ്ഹാന ജല്ല ജലാലു. മൂപ്പര് വാഴക്കാട് പ്രസംഗിച്ച മുജാഹിദ് സംസ്ഥാന കമ്മിറ്റി രണ്ടായി പിളർന്നത്. കാരണം ആകാശം പ്രവിശാലമാണ്, അതുകൊണ്ട് യേശുവിൽ വിശ്വസിപ്പീൻ ക്രിസ്ത്യാനികൾ പറയാറുണ്ട്. പക്ഷേ ആകാശം വിശാലായിക്കോട്ടെ, എന്തിനാ യേശുവിൽ വിശ്വസിക്കുന്നു? ഇയാൾ പ്രസംഗിച്ചോണ്ടെങ്കിൽ മുജാഹിദ് സംസ്ഥാന കമ്മിറ്റി രണ്ടായി പിളർന്നത് ഇയാൾ പറഞ്ഞത് നോക്ക് നിങ്ങൾ. ഞാൻ അതിനെ ശരിക്ക് കെണ്ണിച്ചങ്ങ് പ്രസംഗിച്ചപ്പോ എന്താ ഉണ്ടായെന്നറിയോ? അത് മനസ്സിലാക്കി വെച്ചാൽ നല്ലതാ. എന്താ ഉണ്ടായത്? മുജാഹിദ് പിളർന്നു, രണ്ടായി. ഇങ്ങനെ മുജാഹിദ് രണ്ടായത് ഞാൻ വാഴക്കാട്ട് പ്രസംഗം നടത്തിയതിന് ശേഷമല്ലേ? വിഷയം പ്രധാനമായും ഇത് തന്നെയല്ലേ? മറുപടി പറയാൻ കഴിയോ? പ്രസംഗിച്ചോണ്ട് മുജാഹിദ് പിളർന്നു എന്ന് അദ്ദേഹം പറഞ്ഞത്. സത്യത്തിൽ പിളർന്നൊക്കെയല്ല, വളർന്നൊക്കെയാണ്. സാമ്പിളിന് വേണ്ടി മാത്രം ഞാൻ വാഴക്കാട് പറയും. ഇയാൾ വാഴക്കാടാണ് പറഞ്ഞത്. നമ്മൾ കൃത്യമായി വാഴക്കാടിന്റെ ചിത്രം അറിയുന്ന ആളുകളാ, കണക്കെടുത്തിട്ടാണ് പറയുന്നത്. ഇയാൾ പ്രസംഗിക്കുന്നത് വരെ വാഴക്കാട് എന്ന പ്രശസ്തമായ കണ്ണിയത്തുസ്താദിന്റെ നാട്ടിൽ മുജാഹിദിന്റെ ഒരു പള്ളി പോലും ഉണ്ടായിരുന്നില്ല. മുജാഹിദിന് ഒരു പള്ളി പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ മുജാഹിദ് പള്ളി നമ്പർ 4 വാഴക്കാട്. നിങ്ങൾ പോയിട്ട് പറ, ഇയാൾ പ്രസംഗിച്ചത് മുജാഹിദ് തളർന്നൊക്കെ. മുജാഹിദിന് വാഴക്കാട് മാത്രം 4 പള്ളി വന്നു. ഈ 4 പള്ളിയിൽ ഒരു പള്ളി ആരുണ്ടാക്കിയെന്ന് അറബിനെ കൊണ്ട് ഉണ്ടാക്കിയത്? APയുടെ സജീവ പ്രവർത്തകനായി പേരോടിന്റെ ഒപ്പം നടന്ന് ഈ പ്രഭാഷണം സംഘടിപ്പിക്കാൻ വേണ്ടി മുന്നിൽ നിന്ന ഒരു APയുടെ പ്രവർത്തകനാണ് മുജാഹിദായിട്ട് ഒരു പള്ളി കൊണ്ടുവന്ന 4ാമത്തെ മുജാഹിദിന്റെ പള്ളി. നിങ്ങൾക്കറിയുമോ? നിങ്ങളുടെ കൂടെ പ്രവർത്തിച്ച അനവധി AP പ്രവർത്തകന്മാർ, ഞങ്ങളുടെ കൂടെ പ്രവർത്തിച്ച നിരവധി സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ, അവർ സുന്നത്ത് ജമാഅത്തിന് വിട്ടു, പറ്റ മുജാഹിദായിട്ടില്ല, ജമാഅത്തോടെ എല്ലാം ശരിയെന്ന് പറയുന്ന ലൈനിലേക്ക് മാറി. അവിടെ നടക്കുന്ന സംഭവങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മാറ്റങ്ങൾ അവിടെ സംഘടിത വ്യക്താത്ത നേരത്തെ ഇല്ല, തുടക്കം കുറിച്ചു. വമ്പിച്ച ജനപങ്കാളിത്തമുള്ള ഖുർആൻ ക്ലാസ് ഭംഗിയായി എത്രയോ കാലം അവിടെ നടന്നു വന്നു. വലിയ പങ്കാളിത്തത്തോട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ തരത്തിൽ മാറ്റമുണ്ടായെന്ന് മാത്രമല്ല, സാക്ഷാൽ പേരോട് വാഴക്കാട് പ്രസംഗിക്കാൻ ചെല്ലുന്ന സമയത്ത് അയാൾ ആദരവോടുകൂടി ഭക്ഷണം കൊടുത്തിരുന്ന, അയാളുടെ വീട്ടിലാണ് താമസിച്ചിരുന്നതും എല്ലാ ഗ്രന്ഥങ്ങളും ശരിപ്പെടുത്തിയതും ഇയാൾക്ക് എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്ത അവിടുത്തെ വാഴക്കാട്ടെ പ്രമുഖനായ മനുഷ്യൻ ഇന്ന് കാന്തപുരം ഗ്രൂപ്പിന്റെ കൂടല്ല. നിങ്ങൾ ഗൗരവം മനസ്സിലാക്കണം. എന്നിട്ടാണ് ഇയാൾ പറയണത് ഞാൻ പ്രസംഗിച്ചിട്ട് മുജാഹിദ് തളർന്നു, വളർന്നിട്ടുണ്ട്, ഞങ്ങളെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത്. ഈ ഞാൻ പറഞ്ഞപ്പോ ഒരു സാമ്പിൾ വാഴക്കാട് പറഞ്ഞതാണ്. ആവശ്യമെങ്കിൽ ഞങ്ങൾ കേരളത്തിലെ മഹല്ലുകൾ എണ്ണിങ്ങനെ എടുത്താൽ കേരളത്തിലെ 90% മഹല്ലുകളിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ നിർണായകമായ പങ്ക് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെയും അനുയായിയുടെയും പ്രവർത്തനങ്ങൾക്കും പ്രസംഗങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. കേട്ടില്ലേ സഹോദരങ്ങളെ? അവർ തന്നെ വിലയിരുത്തുന്നതാണ്, അവർ തന്നെ പറയുന്ന കാര്യങ്ങളാണ്. നാദാപുരം ഖണ്ഡനത്തെക്കുറിച്ച് അമ്പലക്കടവ് അമീദ് ഫൈസി പറഞ്ഞില്ലേ, നജീബ് മൗലവി പറഞ്ഞില്ലേ, അവരുടെ പല ആളുകളും പറഞ്ഞില്ലേ. ആ ഖണ്ഡനം നിർത്തിച്ചതല്ലേ അവർ തന്നെ. അപ്പോൾ കാര്യം കൃത്യമാണ്, വ്യക്തമാണ്. മുജാഹിദുകളുടെ നേരെ ഇവർ ഈ രീതിയിൽ അക്രമങ്ങൾ അയച്ചുവിടുന്നതും, മുജാഹിദിന്റെ പ്രോഗ്രാമുകൾക്ക് നേരെ ഇവർ വിരൽ ചൂണ്ടുന്നതും, ഇവർ ഈ രീതിയിൽ കോപ്രായങ്ങൾ കാട്ടുന്നതും, മുടക്കാൻ ശ്രമിക്കുന്നതും ആദർശത്തെ ആദർശം കൊണ്ട് നേരിടാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. എന്നും സത്യം സത്യമായി തന്നെ നിലനിൽക്കും. ഈ ഉഡായിപ്പുകളെ തകരുകയുള്ളൂ, ഈ ഉഡായിപ്പുകൾക്ക് നിലനിൽപ്പില്ലാതാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമം നമ്മളിൽ നിന്നുണ്ടാകണം. അള്ളാഹു സത്യം സത്യമായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും തൗഫീക്ക് നൽകുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇറക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.